സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഫിഷ് മസാല ഉണ്ടാക്കാം. അതിന് ആദ്യം 2 നുള്ളി ഉലുവയൊന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് 1 നുള്ളി ജീരകം കൂടി ഇട്ട് കൊടുക്കണം. ഇത് പൊടിച്ച് അവസാനം ഫിഷിൽ ഇടാൻ വേണ്ടിയാണ്. ഇനി 5-10 വെളുത്തുള്ളി കൂടി മുറിച്ചെടുക്കാം. 5-6 അയില വരഞ്ഞ് വയ്ക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് പകുതി പുളിനാരങ്ങ നീരും പിഴിഞ്ഞൊഴിച്ച് ഒന്ന് ഇളക്കിയ ശേഷം അരമണിക്കൂർ നേരം മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ മസാല ചേർത്ത് വെച്ച ഫിഷ് ഓരോന്നായി വെച്ച് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മീൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു മസാലയാണ്. അധിക നേരം ഫ്രൈ ആക്കേണ്ടതില്ല. ഇനി ഇത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വെളുത്തുള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി 1 കഷ്ണം ഇഞ്ചി മുറിച്ചത് കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇനി ഇതൊന്ന് മൂത്ത് വന്നാൽ ചെറിയ ചുവന്നുള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 5-6 ചെറിയ ചുവന്നുള്ളി കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2-3 പച്ചമുളക് മുറിച്ചത് ഇട്ട് ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇനി 1 സവാള മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം.
ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ചാട്ട് മസാല കൂടി ഇട്ട് കൊടുക്കണം. ഇനി കുറച്ച് ഓയിലും ഒഴിച്ച് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു ടീസ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. ഇതൊന്ന് നല്ലതുപോലെ മൂത്ത് വന്നാൽ ഇതിലേക്ക് 5-6 ഉണങ്ങിയ മാങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. നല്ലതുപോലെ തിളച്ച് ഇതിലെ ഉപ്പും പുളിയും എല്ലാം ഈ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നാൽ നമുക്ക് മീനിട്ട് കൊടുക്കാം. ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. മീൻ ഇഷ്ടപ്പെടുന്നവർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു മസാലയാണ്. മീൻ വളരെ സാവധാനത്തിൽ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പൊട്ടിപ്പോകും. ഇനി ഇതിൽ കിടന്ന് മീനൊന്ന് വെന്ത് കിട്ടണം. ഇത് ഫ്രൈ ചെയ്തത് കൊണ്ട് ചെറുതായി വെന്തിട്ടുണ്ട്, ശരിക്കും വെന്തിട്ടില്ല. ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. 1-ാം പാലാണ് ഒഴിക്കേണ്ടത്. മീൻ പൊട്ടിപ്പോവാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നേരത്തെ വറുത്ത ഉലുവയും ജീരകവും ഒന്ന് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലെ വെള്ളം വറ്റി വരുന്നത് വരെ ഒന്ന് മീൻ പൊട്ടിപ്പോകാതെ ഇളക്കിയെടുക്കണം. വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സ്വാദാണ്. നിങ്ങളും ഒന്ന് മറക്കാതെ ഇതുണ്ടാക്കി നോക്കണം.
നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.